നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് അപ്ഡേറ്റ്സ് ആണ് നമ്മളെ സംബന്ധിച്ച്. മാർക്കറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആയാലും ടിപ്സിലായാലും ഒരു ചെറിയ പ്രശ്നത്തിലൂടെ കടന്നുപോയി. അതിപ്പോഴാണ് അത് കറക്റ്റായത്. അത് വെച്ചാൽ നമ്മൾ മോർണിംഗിൽ മാർക്കറ്റിൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് സി ആണോ പി ആണോ എന്നൊരു കൺഫ്യൂസ്ഡാണ്. പ്രൈസൊക്കെ ഇവിടെ മാർക്ക് ചെയ്യും, ഇതാണ് ഡ്യുവൽ എടുത്ത ഒരു കുഴപ്പമില്ല. മീൻസ് ഒരു സിയും പിയും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ നേക്കഡ് ഓപ്ഷൻ ബയേഴ്സ് ആയതുകൊണ്ട് നമ്മളുടെ ഈഗോ നമുക്ക് ഡ്യുവലിലേക്ക് പോകാൻ സമ്മതിക്കില്ല, ടു ബി വെരി ഫ്രാങ്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു സിംഗിൾ ഡയറക്ഷനെ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്കറ്റ്സ് ഇങ്ങനെ സിയിലേക്ക് ഇന്നത്തെ മാർക്കറ്റ് എക്സാമ്പിൾ സിയിലേക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ സി കൺഫേം ആയിട്ടില്ല. എന്നാൽ പി യു അല്ല. പക്ഷേ പിയുടെ ചില ക്രൂഷ്യൽ പോയിന്റ്സിൽ വരുമ്പോൾ നമ്മൾ പി ട്രേഡ് പഞ്ച് ചെയ്യും, അത് സ്റ്റോപ്പ് അടിക്കും. പിന്നെ നമുക്ക് സിയിലേക്ക് കയറാൻ പറ്റില്ല, ഉണ്ടായിരുന്ന എൻട്രി പോയി മിസ്സായി. പിന്നെ സി ബാലൻസ് ചെയ്യില്ല, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കയറാൻ പറ്റില്ല. എൻട്രീസ് ഉണ്ടാവും. നമ്മളൊരു എൻട്രി പഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ഹിറ്റ് ആവില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ ഒരു 100% കോൺഫിഡൻസ് ഉണ്ടാവില്ല. ജസ്റ്റ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി വെറുതെ ട്രൈ ചെയ്ത് നോക്കാവുന്ന രൂപത്തിലാവും. അത്തരം മാർക്കറ്റ്സ് നമ്മൾ ട്രൈ ചെയ്യാത്ത കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പോയിന്റ് മനസ്സിലാവണ്ട. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മാർക്കറ്റിൽ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ വിസിബിലിറ്റി ലോസ് ആവണു, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്കത് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ നമുക്കവിടെ പ്രോബബിലിറ്റി ഗെയിം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സെറ്റ് ഓഫ് റിജിഡ് റൂൾസ് ഉണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ. ആ റൂൾസ് അനുസരിച്ച് നമ്മൾ മാർക്കറ്റിലോട്ട് പോവുക. ഇവിടെയുള്ള പ്രശ്നം ബേസ്ഡ് ഓൺ റൂൾസ് നമുക്ക് ട്രേഡ് ഇല്ല. ഇന്ന് മാർക്കറ്റിൽ ഓക്കെയാണ്. ബേസ്ഡ് ഓൺ റൂൾസ് എന്ന് പറയുമ്പോൾ റൂൾസിൻ്റെ 100% ഇംപ്ലിമെൻറ്റഡ് സൈറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്തേ പറ്റൂ. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ റൂൾ ബേസ്ഡ് സാധനമില്ല നമുക്ക് മാറിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ നമ്മളുടെ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്, അല്ലാണ്ട് മാർക്കറ്റിൻ്റെ പ്രോബ്ലം അല്ല അവിടെ നമ്മൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത എന്തോ ഒരു നിഗൂഢമായിട്ടുള്ള സാധനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുള്ള് നമ്മൾ അത് തപ്പിപ്പോലായിരുന്നു. ഇത്രയൊക്കെ നമ്മൾ എത്തിച്ചു, ഇവിടെയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നാളെ തൊട്ട് പുതിയ മീൻസ് നമ്മൾ റൂൾസ് മാറ്റാന്നുള്ളതല്ല, സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ആപ്ലിക്കബിളേ അല്ല. അത് നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല, പെർഫെക്റ്റ് ആണ്. അതിൽ തന്നെ സബ് ഡിവിഷൻസ് ആഡ് ചെയ്യാന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് നോർമലി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ആ സിറ്റുവേഷൻ തന്നെ ഇന്ന മാതിരി വരുന്ന സമയത്ത് അതിൽ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ നമുക്കിതും കൂടി അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ മോഡലും കൂടി അവിടെ യൂസ് ചെയ്യാം. സോ മോഡൽ എ ആൻഡ് മോഡൽ ബി എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ എയിൽ പെർഫെക്റ്റ്ലി അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ അൺസർട്ടനിറ്റീനെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് മോഡൽ ബി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഞാൻ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഡയറക്ഷനിൽ അത് ഓക്കെ എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. കാരണം വൺസ് ഈ സാധനം സ്റ്റോപ്പ് ഹിറ്റ് ആയാൽ മാത്രമാണ് മറ്റേ മാർക്കറ്റ് ക്ലിയർ ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മാർക്കറ്റ് സീലിക്കാൻ നിൽക്കണേ, ഇന്നത്തെ മാർക്കറ്റ് മാതിരി നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കണേ. പിയിൽ ട്രേഡ് ഉണ്ട്, സിയിൽ നമുക്ക് ഉറപ്പില്ല. എന്നാൽ മാർക്കറ്റ് സിയിലേക്ക് പമ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സിയുടെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് സിയിലേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പി എടുത്ത് നോക്കാം. പി ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ നിൽക്കില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ബേസിക്കലി ഈ സി എടുക്കാൻ പറ്റും. അവിടെയാണ് ഈ മോഡൽ അതിൻ്റെ പ്രത്യേകത. ആ സി എടുത്ത് സ്റ്റോപ്പ് ഹിറ്റ് ആയാൽ മാത്രമാണ് അത് ഫുള്ളി പിയിലേക്ക് പോകുള്ളൂ. മനസ്സിലായില്ലേ? പോയിന്റ് മനസ്സിലായോ? സി അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് അത് വെച്ചിട്ടുണ്ട്. അത് വെറുതെ എടുക്കല്ല കേട്ടോ, അതിന് വ്യക്തമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിന് കൺഫർമേഷൻ പറഞ്ഞ കാര്യങ്ങൾ വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ കുറേ കൂടി ഓക്കെയാണ്. ഒരു 2-3 ട്രേഡ്സ് കിട്ടും.
ഒരു 10-40-50 പോയിന്റ്സ് ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അടുത്ത ആഴ്ച നാളെ തൊട്ട് നമ്മൾ ലോഞ്ചാണ്. വരും ദിവസങ്ങളിൽ അതെന്താണെന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മളൊരു പ്രോബ്ലത്തിൽ പെടുമ്പോൾ ഈ പ്രോബ്ലം വരുന്നത് തന്നെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനാണ്, അല്ലാണ്ട് നമ്മളെ കേടാക്കാനല്ല. ഈ പ്രകൃതിക്കൊരു പ്രത്യേക ഒരു നിയമമുണ്ട്. പ്രകൃതി ഒരാളെ നന്നാക്കില്ല, അത് ബേസിക് ഫാക്റ്റാണ് പ്രകൃതിയുടെ. പ്രകൃതി നമ്മൾ എങ്ങനെ ട്രൈ ചെയ്താലും നമ്മളെങ്ങനെയൊക്കെ സ്പോയിൽ ചെയ്യാന്നുള്ളതാണ് പ്രകൃതിയുടെ റൂൾ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് നാച്ചുറിൻ്റെ ഒരു സ്വഭാവം. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിങ് പ്രോസസ്സിൽ നിന്നില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ട്രേഡിംഗ് മാരത്തെ അത്രയും എന്താ പറയുക ടൈറ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ വേൾഡിൽ നടക്കുന്ന എല്ലാ സംഗതികളും എല്ലാ സ്പന്ദനങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നമുക്കൊരിക്കലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പഴയ നിങ്ങളെ വീട് തന്നെ ഒരു വീട് തന്നെ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ അത് അവിടേക്ക് താമസമില്ലാതെ ഒരു 2 വർഷം മാറി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന ഒരു സംഭവം അവിടെ കംപ്ലീറ്റ് കാട് കയറി നാശമായി പോകും. അപ്പോൾ പ്രകൃതി ചെയ്യുന്ന ബേസിക്കലി ഒരു സാധനമാണത്. അതായത് അതിനെ പ്രകൃതിയുടെ ഭാഗമാക്കി മാറ്റും. അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ച് അവിടെ വേറൊരു കൺസ്ട്രക്ഷനും വേറൊരു സംഗതിയുടെ ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ആ സാധനം. അത് നോർമൽ സാധനത്തിന് മാത്രമേ നമ്മൾക്കും ബാധകമാണ്. നമ്മൾ നഖം വെട്ടിയില്ലെങ്കിൽ അതങ്ങോട്ട് പോവും, താടി ട്രിം ചെയ്തില്ലെങ്കിൽ അതങ്ങോട്ട് പോവും, ഹെയർ കട്ട് ചെയ്തില്ലെങ്കിൽ അതങ്ങോട്ട് പോവും. നമ്മളെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുമാതിരി ഇരിക്കും നമ്മളുടെ അവസ്ഥകൾ എല്ലാ മേഖലയിലും. ഈവൻ ബ്രെയിൻ തന്നെ നമ്മൾ എക്സസൈസ്, ബ്രെയിനിന് വേണ്ട എക്സസൈസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ കാണുന്ന സാധനങ്ങൾ, ഇതിനൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ അതിന് പോകും. അപ്പം ഇത് പ്രകൃതിയുടെ റൂളാണ്. ഈ സെയിം സാധനം തന്നെ എല്ലായിടത്തും അപ്ലിക്കബിളാണ്, ട്രേഡിങ്ങിൽ അപ്ലിക്കബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും സാധനങ്ങൾ വരും. അവിടെ നമ്മൾ അയ്യോ ഭഗവാനെ എന്താ ഇത് ഇങ്ങനെയെന്ന് നോ. അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളത് കവർ ചെയ്യുക. അത് ഭഗവാൻ നമുക്ക് തരുന്നത് അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന മാർക്കറ്റ്സ് വരുമ്പോൾ നീ എന്താ ചെയ്യുക, അവിടെ നിനക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യൂ, ആ ടൈറ്റർ മാർക്കറ്റ്, ആ ബിഗ്ഗർ സ്പേസ്, ആ ടെൻഷൻ പിടിച്ച ഏരിയ, ആ അത്രയും ശ്രദ്ധിക്കേണ്ട ഭാഗം എന്നാ അത് നീ ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ലെവൽ ബി ലെവൽ സി പോകില്ലേ, ഇങ്ങനെ ട്രേഡിങ്ങിൽ നമ്മൾ ഓരോ സൈഡും നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ലെവൽസ് ഇങ്ങനെ കൂടി വന്നിട്ട് നമ്മൾ ആകെ ഭ്രാന്താക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഫൈനൽ ലെവൽ വരെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായി മാറുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷനുള്ളൂ. സോ ഡു ദാറ്റ്. മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റിൽ വരുന്ന സംഗതികളൊന്നും പ്രശ്നമല്ല, നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഓക്കെയാണ്. നമ്മൾ ബേസിക്കലി നമ്മളൊരു സെറ്റ് ഓഫ് സിസ്റ്റംസ് നമ്മളെടുത്തുണ്ട്, പെർഫെക്റ്റ്ലി ഓക്കെയാണ്, റണ്ണിങ് ഫൈൻ. അതിൻ്റെ ഉള്ളിൽ ചില സമയങ്ങളിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പെർഫെക്റ്റ് അൺസർട്ടൻ മാർക്കറ്റ്സ് വരുമ്പോൾ അത്തരം മാർക്കറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? പക്ഷേ ഇവിടെ അൺസർട്ടൻ മാർക്കറ്റ് എന്നൊരു സാധനം ഇല്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ എല്ലാം സർട്ടൻ മാർക്കറ്റ്സ് ആണ്. അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉള്ളത് നമ്മുടെ ലെവൽ ഓഫ് ഇൻഫർമേഷൻ മാതിരി ഇരിക്കും. ഹൂ ഹാവ് ദ ബെറ്റർ നോളേജ് ഹി ക്യാൻ ഡു ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ തോൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അറിവില്ലായ്മയാണെന്നും നമുക്കിനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നും പഠിക്കാനുണ്ടെന്നും ട്രൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ബാക്ക് ടു നോർമലാണ്, പെർഫെക്റ്റ് ആണ്, യാതൊരു പ്രശ്നവുമില്ല. എനി കൈൻഡ് ഓഫ് മാർക്കറ്റ് വി ആർ റെഡി ടു ഡു. അതുമാതിരി തന്നെ നമ്മളിപ്പോൾ നിഫ്റ്റിയിലുണ്ട്. നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. നമ്മൾ ക്രിപ്റ്റോ സംസാരിച്ചിട്ടില്ല, നമ്മൾ ഫോറക്സ് സംസാരിച്ചിട്ടില്ല, നമ്മൾ വേറൊരു മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ഇവിടെ തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൊണ്ടുവന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ക്രിപ്റ്റോൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പ്സ് കൊണ്ടുവന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ഫോറക്സ് പഠിപ്പിക്കാൻ വന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ക്രിപ്റ്റോ മാർക്കറ്റിനെ കുറിച്ചിട്ട് പഠിപ്പിക്കാൻ വന്നിട്ടില്ല, ക്രിപ്റ്റോയുടെ എക്സ്ചേഞ്ചസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള പരിപാടികൾക്ക് വന്നിട്ടില്ല, ജനങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വിറ്റിട്ടില്ല, ജനങ്ങൾക്ക് എന്താ പറയുക നമ്മൾ കോഴ്സ് വിറ്റിട്ടില്ല, ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റു പല ബ്രോക്കേഴ്സിൻ്റെ സംഗതി എടുത്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് വിറ്റിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ടിപ്സ്, ഇപ്പോഴത്തെ അക്കൗണ്ട് ഹാൻഡ്ലിങ്, ട്രേഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ കോർ ബിസിനസ്സിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ക്യാമറ തൂക്കി പിടിച്ചിട്ട് പല ആളുകളെയും പോഡ്കാസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ എന്താണ് സംസാരിച്ച് വന്നത് ആ കോർ ബിസിനസ്സിലേ വന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴേ ജനങ്ങളെ പറ്റിക്കാൻ വരരുത്.
ജനങ്ങളെ പറ്റിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇപ്പോൾ എനിക്ക് ട്രേഡിങ്ങിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊന്നും സംഭവമൊന്നുമല്ല. കാരണം മാർക്കറ്റിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. എൻ്റെ പ്രോബ്ലം മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടല്ല, എൻ്റെ പേഴ്സണൽ പ്രോബ്ലമാണ്. അപ്പോൾ അത് ഞാൻ കവർ ചെയ്തു. ഐ എം വെരി ഹാപ്പി ഓൺ ദാറ്റ്. അത് വലിയൊരു സ്റ്റോറിയാണ്, ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റോറി. പിന്നെ പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യം, നമ്മുടെ മുന്നിലുള്ള ക്രൗഡ് നമ്മൾ പറ്റിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് ഒരാളെ. നമ്മൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥത വേണം. ബേസിക്കലി എന്തൊരു സാധനവും നമ്മൾ കൂടെ വന്ന ആളുകളെ ക്യാപിറ്റൽ ലോസ് ചെയ്യുന്ന പരിപാടി ആവരുത്. അല്ലെങ്കിൽ അവനെ കുറച്ച് പറ്റിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കണം, എനിക്ക് ഇത്രയും ക്രൗഡിനെ പറ്റിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കണം. നോ, ഈ പറ്റിച്ച ആളുകൾക്ക് ഇപ്പോൾ വേറെ ഒരുത്തൻ ഭയങ്കര 150 സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ടുണ്ട്. 150+ സ്ട്രാറ്റജീസ്. മിസ്റ്റർ മാനേജർ മിഥുൻ. കളിയാക്കി കുറ്റം പറയുന്നില്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ സ്ട്രാറ്റജി പരിപാടിയൊക്കെ കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 150 സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ നിങ്ങളിന്ന് മാർക്കറ്റ് വരുമ്പോൾ, ഇന്ന് ആഫ്റ്റർ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചാൽ എൻ്റെ 143 സ്ട്രാറ്റജിയാണ് വന്ന് വർക്ക് ചെയ്തത്. നാളെ വന്നിട്ട് എൻ്റെ 13 സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വിച്ച് സ്ട്രാറ്റജി ഇസ് ഗോയിങ് ടു വർക്ക് ടുഡേ? അല്ലെങ്കിൽ ഈ റൺ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ത് സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ക്യാൻ യു ഹാവ് എനി എക്യുപ്മെന്റ് ടു ചെക്ക് വാട്ട്സ് സ്ട്രാറ്റജി ഇസ് ഗോയിങ് ഓൺ? പറ്റുമോ നിങ്ങൾക്ക്? നടക്കില്ല അല്ലേ? പിന്നെ ഒരുത്തൻ വന്നിട്ട് കുറേ സംഗതികൾ പഠിപ്പിച്ച് ഭയങ്കര സംഭവമാക്കി വന്നൊരുത്തൻ അവനൊന്ന് ക്യാമറ നോക്കി പിടിച്ച് പോഡ്കാസ്റ്റ് ആയിട്ട് നടക്കുകയാണ്. സോ ലുക്ക്, ഇവരൊക്കെ ബേസിക്കലി എന്താ ഉദ്ദേശിക്കണേ? പിന്നെ ഒരുത്തൻ വന്നിരുന്നു, അവനും ഭയങ്കര കോഴ്സ് വെക്കലാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അപ്പുറപ്പുറം ഇരുന്ന് ഭയങ്കര പോഡ്കാസ്റ്റിംഗ്, നാട്ടുകാരെ പഠിപ്പിക്കുന്ന ആകത്തേക്കും തിരക്കുമ്പോഴാണ് നൗ ഈസ് ഗോയിങ് ഓൺ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ്. ഇതൊന്നും ആരും കുറ്റം പറയല്ല. ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഈ സാധനം ചെയ്യുമ്പോൾ ഞാൻ മോർണിംഗ് ടു ഈവനിങ് ഇതിൻ്റെ മുന്നിലിരിക്കുകയാണ്. ഈ സ്ക്രീനിൻ്റെ മുന്നിൽ ഇത്രയധികം മണിക്കൂർ ഇരിക്കുക എന്നുള്ളത് തന്നെ ആൾക്ക് പറ്റില്ല. അപ്പം നിങ്ങളൊരു ട്രേഡിങ്ങിലോട്ട് വരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ക്ഷമ വേണം, പേഷ്യൻസ്. ഞാൻ ചിലപ്പോൾ ഒരാൾ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ച് രണ്ടാമത്തെ വർത്തമാനം ചീത്ത വിളിച്ച് നമുക്ക് വരും. മാർക്കറ്റിൻ്റെ മുന്നിൽ, സ്ക്രീനിൻ്റെ മുന്നിൽ നമുക്ക് ഇരിക്കാനുള്ള പേഷ്യൻസ് വേണം. നമുക്ക് ഇരിക്കാൻ സാധിക്കണം. ഫ്രം ദ സ്റ്റാർട്ടിങ് ടു എൻഡ് അപ് ടു 3:30 അവിടെ ഇരിക്കണം. ലാസ്റ്റ് ക്യാൻഡിൽ ടിക്ക് അടിക്കുന്നവരെ അത് നോക്കിയിരിക്കാൻ പറ്റണം. അല്ലാതെ ഇത് എനിക്ക് 10 മണിയാകുമ്പോഴേക്കും എനിക്കൊരു പരിപാടി ഉണ്ട്, അപ്പോൾ ഒരു 9:45 ആകുമ്പോഴേക്ക് കാശ് ഉണ്ടാക്കി പോകണം. 12 മണിക്ക് ശേഷം എനിക്ക് ജോലിയുണ്ട്, അതിനു മുമ്പ് എനിക്ക് കാശ് ഉണ്ടാക്കി പോകണം. നോ. ഇപ്പം ടിപ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു മൊബൈൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് ട്രേഡ് വരെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് 11 മണിക്ക് മുമ്പ് ഞാൻ ഉറപ്പായിട്ടും തന്നെ ട്രേഡ്, 12 മണി തൊട്ട് 1 മണിക്കുള്ളിൽ വരുന്ന ട്രേഡ്, 2 to 3 ട്രേഡ്. നോ, ഐ കാൻ ഡു ദാറ്റ്. മനസ്സിലായില്ലേ? ഇതൊരു ഈസി മണി മേക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, നല്ല പണിയുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രേഡിങ് പഠിക്കാൻ പോണു, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ബേസിക്കലി മനസ്സിലാക്കുക, ഇതൊരു ഈസി മണി മേക്കിംഗ് സബ്ജക്റ്റ് അല്ല. നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലി ആയാലും അതിൻ്റെ 100 ഇരട്ടി എഫേർട്ട് ഇവിടെ വേണം. ഇത് കട്ടയ്ക്ക് പണിയെടുക്കേണ്ട സ്പേസാണ്. ഈ പഠിപ്പിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു വൈറ്റ് പിക്ചർ നിങ്ങൾക്ക് തരുന്നല്ലാതെ ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം അവർക്കറിയില്ല. മനസ്സിലായില്ലേ? അവർക്ക് 100% അറിയാമെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും, ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, അവർ നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. അവർ ട്രേഡിങ്ങിലേക്കുള്ളൂ. ബിക്കോസ് അത്രയും പൈസ ഉണ്ടാക്കാൻ വേണ്ട സാധനം അത്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ ടിപ്സോ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിട്ട് പോകുള്ളൂ, അല്ലാണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്കറിയാം ഇത് അത്രയും പരിപാടി ഉണ്ട് ഇതിൻ്റെ അകത്തുനിന്നുള്ളതും, ഇതൊരു പുതിയൊരാളെ സംബന്ധിച്ച് വന്നിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതും. പിന്നെ വല്ലപ്പോഴും കാശ് കിട്ടും, ട്രെൻഡ് ലൈനും മറ്റേതൊക്കെ വരച്ചിട്ട് ചാടിച്ചു, അങ്ങനെ ബ്രേക്ക് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് ഗെയിം ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കര ലക്കുള്ള മനുഷ്യനാണെങ്കിൽ യു വിൽ മേക്ക് മാസീവ് മണി. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ട്രേഡ് കണ്ടു, അത് എടുക്കാൻ പോയാൽ പോട്ടെ കുഴപ്പമില്ല എന്ന് വെക്കുകയാണെങ്കിൽ എന്നുള്ള അടിപൊളി ട്രേഡാ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലക്ക് പരീക്ഷിക്കാൻ തയ്യാറല്ല. നമുക്കറിയണം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്താണ് അതിൻ്റെ ബാക്കിലെ റീസൺ. നമുക്ക് എപ്പോഴും റീസൺ വേണം. നമുക്കെപ്പോഴും ആ സാധനത്തിന് വ്യക്തമായ റീസൺ വേണം. വൈ ദാറ്റ് ഹാപ്പൻസ് ദെയർ. അപ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇന്ന കാര്യങ്ങളാ, ഇത് ഇന്നാണ് വർക്ക് ചെയ്യാൻ പോണത്, ഇന്ന മാതിരിയെ പോണത്, ഇന്ന മാതിരി സംഭവിക്കുക. ഗുഡ്. അല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി പേര് ഇപ്പോൾ ട്രെൻഡാണ് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിന് പിന്നിൽ പോയി ചാടിയിട്ട് കാശുകളെ നിൽക്കരുത്. ഇത് അറിയുന്ന ആളുകളെടുത്ത് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വല്ല പേപ്പർ ട്രേഡൊക്കെ നോക്കിയിട്ട്
പോവുക. അല്ലാണ്ട് ഇത് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇത് തകർക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട, പെട്ടുപോകും. കാരണം ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് വന്ന പുലികൾ മുഴുവൻ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്തു. കാരണം നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ഇപ്പോൾ സെയിം ലൈക്ക് ബാങ്ക് നിഫ്റ്റി അമ്മരി മൂവ്മെൻറ്റാ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ചെറിയ സ്റ്റോപ്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ചാട്ടം തുടങ്ങി, ഇതാകെ ബഹളമായി. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറിയ മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിരിക്കുന്ന ആളുകൾ പെട്ടുപോയി. ഇവർ ബേസിക്കലി ഓപ്ഷൻ സെല്ലേഴ്സാ, കഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം മാർക്കറ്റിൽ കൂടെ ഇരിക്കാൻ, അല്ലാതെ പോയി ചാടണ്ട, ചാടിയപ്പെട്ടു. ഇതാരും പറയില്ല, കാരണം അവരുടെ ബിസിനസ് അല്ലേ, അവർ നിങ്ങളെ പറ്റിച്ചിട്ട് വേണം. ഇപ്പോൾ ഒരു ബാച്ച് ഓഫ് ആളുകൾ മുഴുവൻ പറ്റിച്ച് കഴിഞ്ഞു. എന്തൊരു സാധനത്തിന് ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റ് സൈസ് ഉണ്ടല്ലോ, ആ മാർക്കറ്റ് സൈസ് ഇവന്മാർ ആ സ്പീഡിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് മുഴുവൻ പറ്റിച്ച് കളഞ്ഞു. ഇവരൊരു 10-20 ആൾ കൂടിയിട്ട് എന്നും കോൺക്ലേവും മറ്റേതും മറിച്ചെന്നൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആൾ അടിച്ച് കൂട്ടി വടിച്ചെടുത്തു. ഈ ചാകര വരുമ്പോൾ മീൻ വലിച്ചെടുക്കണ മാതിരി വലിച്ചെടുത്തു. ഇനി ആളെ പറ്റിക്കാനില്ല. അപ്പോൾ ഇവരെന്തായി, പ്ലേറ്റ് മാറ്റി, ക്രിപ്റ്റോൻ പറ്റിക്കാം, മറ്റോടത്ത് പറ്റിക്കാം. സോ ഇറങ്ങിപ്പോയി, ഇനി വേറെ പണി അറിയില്ലല്ലോ. സോ ഗോ വിത്ത് ദാറ്റ്. ഇതാണ് ഇവിടെ നടക്കണത്. അപ്പോൾ ദൈവം ഇത് മനസ്സിലാക്കി. ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അമ്മ കിട്ടുക ചെയ്തുള്ള കാര്യമില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്, ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ കാണിക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു തന്നെയാണ്, ഇന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്ത ഇന്നെ പോയിന്റ് വന്നിട്ടുള്ളത്. ഈ ഷാരിഖിനെ കുറിച്ചിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇന്ന സമയത്ത് ഇത് വരും, പൊട്ടിക്കും, തകർക്കും, പിന്നെ നിർത്തിപ്പോകും. അവൻ്റെ കൂടെ വന്നിട്ട് അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ട് ബാങ്കിൽ നിന്ന് FD പൊട്ടിച്ചിട്ടും ലോൺ എടുത്തിട്ടും മറ്റേതും മറിച്ചതും ക്രെഡിറ്റ് കാർഡ് പൊട്ടിച്ചിട്ടും ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കടം മേടിച്ചിട്ടും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പൈസ കൊണ്ടിട്ടും ഒക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ അവസ്ഥ എന്താ? പോയില്ലേ, കംപ്ലീറ്റ് പോയില്ലേ. ആളുകൾ ക്യാപിറ്റൽ 3 ലക്ഷം പോരാ, 1 കോടി വേണം, 2 കോടി വേണം, 3-4 കോടി രൂപയും കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആളുകൾ എൻ്റെ അടുത്ത് ക്യാപിറ്റൽ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് അടിക്കാം ഇങ്ങോട്ട് അടിക്കാം, ഭയങ്കര പേപ്പർ വർക്ക്, ഭയങ്കര കാൽക്കുലേഷനാണ്. എന്തായി അവസാനം? ഒക്കെ പോയില്ലേ. വളരെ അപൂർവം ആളുകൾ വല്ല സ്വിങ്ങോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്ററിലൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ ദേ ആർ ഹാപ്പി. ഇൻട്രാഡേ എന്ന് പറയുന്ന സാധനത്തിനകത്ത് വന്നിട്ടുള്ള സകലമാന ആളുകളും കുത്തുവളയിട്ടുണ്ട്, ഒരു സംശയ കാര്യത്തിലില്ല. മനസ്സിലായില്ലേ? ഇവർ ഇൻട്രാഡേ പഠിപ്പിക്കാനും വന്നേ, സ്വിങ്ങോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സോ ഒന്നും പഠിപ്പിക്കാൻ വന്നതല്ല. ഇവർ ഇൻട്രാഡേ പഠിപ്പിക്കാൻ വന്നതാ. നമ്മളന്ന് സംസാരിച്ച് ഇൻട്രാഡേനെ കുറിച്ചിട്ടാണ്. ലോങ് ടൈമിൽ ഇപ്പം നിങ്ങൾ മേടിച്ചിട്ടു, നാളെ എപ്പോഴെങ്കിലും പൈസ കിട്ടും, ഒരു പ്രശ്നമില്ല. FD-നേക്കാളും നല്ല ഇതിൻ്റെ ഇട്ടാൽ മതി, നല്ല സ്റ്റോക്ക് നോക്കിയിട്ട് അത് കയറും കമ്പനി, ഗുഡ്, ഓക്കെ, ദാറ്റ് ഗോ അപ്പ് സൈഡ്, നോ ഡൗട്ട്. അതതിന് ഫണ്ടമെന്റൽ മാത്രം നോക്കിയാൽ മതി. ഇവരിത് പറഞ്ഞു വന്ന ആളുകളല്ല, ഇവർ ഇൻട്രാഡേ പറഞ്ഞു വന്ന ആളുകളാണ്. അതാണ് നമ്മൾ സംസാരിച്ചതും നമ്മളാ കാര്യം പറഞ്ഞതും. അതുകൊണ്ട് ബി കെയർഫുൾ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ ദെൻ ബൈ.